അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ടിബറ്റൻ ഡിഷായിട്ടുള്ള മൊമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയണത്. പക്ഷേ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വീറ്റ് ഫ്ലോറാണ്, മൈദയല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എല്ലാവരും ഇപ്പോൾ ഫങ്ഷൻസിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണല്ലേ ഇത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇടാം. ഇതിന് ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഹാഫ് പോർഷൻ എടുത്തിട്ട് കട്ട് ചെയ്തു. അതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാം വരെ ഉണ്ടാവും. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും, ഒരു ടീസ്പൂൺ സോയാ സോസും, ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. നല്ല എരിവ് വേണം, അതിന് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ശേഷം എന്ത് ചെയ്യുക, നമുക്ക് മാവ് ഉണ്ടാക്കാം. ഒരു പാൻ എടുത്തു, അതിൽ ഒരു 3 കപ്പോളം ഞാൻ പൊടി എടുക്കുന്നുണ്ട്. ഇതിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും കൂടിയാണ്. ഒരു ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഈ മാവെടുത്ത് ഒരു 4 പോർഷനോ അല്ലെങ്കിൽ 2 പോർഷനോ ആക്കി എടുക്കാം. നമ്മളിതിൽ ഒരു 2 ബൗൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമോസ് ഉണ്ടാക്കുന്നത്. മൊമോസ് ഉണ്ടാക്കാൻ മൈദയ്ക്കും വീറ്റ് ഫ്ലോറിനും ഒക്കെ ഒരേ മെത്തേഡ് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ഷേപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പേർട്ട് ആവണം. കുറച്ച് നമ്മൾ കുഴച്ച മാവ് അതിനനുസരിച്ച് സ്റ്റിക്കി അല്ലാണ്ട് നല്ല രീതിയിൽ നിൽക്കുന്ന മാവാവണം. നല്ല 2 രീതിയിൽ ചെയ്യാം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാം. ഞാനിതൊരു വലിയ ബോൾ നന്നായിട്ട് വലുതാക്കി പരത്തിയിട്ട് അത് ഒരു മൗൾഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുത്തിട്ട് അതിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എല്ലാതും ഒരു ഈക്വൽ ഷേപ്പ് ആവും. പക്ഷേ എൻ്റെ മോമോസിൽ കുറച്ചേ ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ളൂ, സർക്കിളായിട്ടുള്ള ചെറിയ ഡോ ആയതുകൊണ്ട്. ഞാൻ നല്ലോണം പൊടി ഇട്ടിട്ടാണ് കേട്ടോ പരത്തിയത്. പൊടി ഇടാണ്ട് എണ്ണ തടവിയിട്ടും നമുക്ക് ഇത് പരത്തി എടുക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ കുറച്ച് സ്റ്റിക്കി ഡോ ആയതുകൊണ്ട് ഞാൻ നല്ല പൊടി ഇട്ടിട്ട് തന്നെയാണ് ചെയ്തത്. അതെന്ന് വെച്ച് സോഫ്റ്റ്നെസ്സിന് ഒരു കുറവോ ടേസ്റ്റും കുറവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കാൻ. റോൾ ചെയ്യാൻ പല ഷേപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ റോൾ ചെയ്തെടുക്കുക. സിംപ്ലി ഇത് മടക്കിയിട്ടൊരു സെമി സർക്കിൾ ഫോമിൽ നമ്മുടെ പൂവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെയും ചെയ്യാവുന്നതാണ്. ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിൻ്റെ പാത്രത്തിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക ഫുള്ളായിട്ട്. എന്നിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഭയങ്കരമായിട്ട് ഒട്ടി വെക്കരുത്, വിട്ട് വെക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ചിക്കൻ വേവാത്തതുകൊണ്ട് ഒരു 20 മിനിറ്റൊക്കെ ആവി കൊള്ളിക്കുകയാണ് നല്ലത്. ഞാൻ 2 ലെയറിൽ ഫില്ല് ചെയ്തിട്ട് ഇഡ്ഡലി പാത്രത്തിലും ഇട്ട് കൊടുത്തിട്ട് ഞാൻ 20 മിനിറ്റോളം വേവിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. നമുക്കൊരു ഗോതമ്പ് പൊടി കൊണ്ട് ഒട്ടും കരിച്ചതും പൊരിച്ചതും അല്ലാത്തൊരു സ്നാക്ക് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു തക്കാളി, 5 ഉണക്കമുളകും, അതുപോലെ 3 വെളുത്തുള്ളിയുടെ എല്ലുകളും എടുത്തിട്ട് എന്ത് ചെയ്യുക, സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. തക്കാളിയുടെ തൊലി പോന്നിട്ടുണ്ടെങ്കിലാണ് വെന്തു എന്നുള്ളതിൻ്റെ സൈന്. ഇത് ചൂടാറിയതിന് ശേഷം ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, വെള്ളം ചേർത്തിട്ട് തന്നെ. ആ സമയം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് നന്നായി ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ. 1 ടേബിൾ സ്പൂണ് നന്നായിട്ട് ചെറുതായി കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വെന്ത ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസും, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും, അതുപോലെ 1 ടേബിൾ സ്പൂൺ വിനെഗറും, 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ലാസ്റ്റ് എന്ത് ചെയ്യുക, ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറിയ ശേഷം ഇത് ഓഫ് ചെയ്യാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. നമുക്കിത് ഈ ഡിപ്പ് ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.